പനി പിടിച്ചു ഗൈസ്, നല്ല രീതിയിൽ പനി പിടിച്ചു. എൻ്റെ തുമ്പായി മുടങ്ങി. വൈകിട്ട് പനി മാറിയപ്പം സൗപ്പൂന് പനിയായി. അതിനിടയ്ക്ക് ശ്രീനേട്ടൻ്റെ പനി ഉണ്ടായിരുന്നു. ശ്രീനേട്ടൻ്റെ പനി ഓക്കെ ആയി. സൗപ്പൂന് നല്ല പനിയാണ്. അവളിപ്പം സ്കൂളിൽ പോയിട്ട് 3-4 ദിവസമായി. എനിക്ക് ഇന്നലെ മൺഡേ 12 ജനുവരി ഞാൻ വർക്ക് ചെയ്തു. ഇന്ന് 13th ഞാൻ ഹാഫ് ഡേ എടുത്തു. എനിക്ക് പറ്റണില്ല, മീറ്റിങ്സിലൊക്കെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യമില്ല. സോ ഹാവിങ് ടീ. ഇന്ന് ജാനുവരി 14th. എല്ലാവർക്കും മകരസംക്രാന്തി ആശംസകൾ. ഹാപ്പി പൊങ്കൽ. ലോഡി അതൊക്കെ ഭയങ്കര ഫെസ്റ്റിവലാണ്. നോർത്തിലും നമ്മുടെ തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഒക്കെ. നമ്മൾ ജർമ്മനിയിലാണെങ്കിലും ഏത് രാജ്യത്തിലാണെങ്കിലും ഇന്ത്യൻസ് എവിടെ ഉണ്ടെങ്കിലും അവർ ഈ ഫെസ്റ്റിവൽ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യും. ഇന്ന് മകരസംക്രാന്തിയാണ്. മകരജ്യോതി കാണാനുള്ള അയ്യപ്പന്മാരുടെ തിരക്കും ലൈവ്. പണ്ടൊക്കെ നമ്മൾ TV-യിൽ ലൈവ് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു കറക്റ്റ് ആ സമയത്തിന്. നമുക്ക് ഇന്നും കാണണം കേട്ടോ ഷിനേട്ടാ. എനിക്കാണെങ്കിൽ പനിയാണ്. ഞാൻ 2 ദിവസം കൊണ്ട് സിക്ക് ലീവിലാണ്. ഇന്ന് വെനസ്ഡേ ആണ്. ഇന്ന് ഞാൻ സിക്ക് ലീവ് എടുത്തു. മൺഡേ ഞാൻ ഹാഫ് ഡേ വർക്ക് ചെയ്തു. പക്ഷെ പിന്നെ എനിക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഭയങ്കര ഹെഡേക്ക് ആയിരുന്നു കേട്ടോ. നല്ല ചുമയാണ്. ഫീവർ ഇല്ല, പക്ഷെ ചുമയും അങ്ങനത്തെ സംഭവങ്ങൾ. അപ്പം ഞാൻ ഇന്നും കൂടെ ലീവ് എടുത്തു. അപ്പം അടുത്ത ആഴ്ച കുറച്ച് ട്രാവലൊക്കെ ഉണ്ട്, ഓഫീസ് ബിസിനസ് റിലേറ്റഡ്. അപ്പം ഞാൻ ഇന്നൊന്ന് ലീവ് എടുത്തിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് വീട്ടിനുള്ളിൽ എങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇറിറ്റേഷനാണ്, വെറുതെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ശ്രീരൻ്റെ കൂടെ ഒന്ന് പുറത്ത് പോവാണ്. എവിടാ പോകുന്നതെന്നുള്ളത് ഈ വീഡിയോയിൽ കാണാം. നല്ല ചുമയാണ്. മഞ്ഞൊക്കെ കുറഞ്ഞു. സ്നോഫോള് കുറഞ്ഞിട്ടുണ്ട്. തണുപ്പുണ്ട്, സ്നോഫോള് കുറഞ്ഞിട്ടുണ്ട്. സ്നോ ഒക്കെ ഉരുകി. സ്നോഫോൾ ഉള്ളപ്പോ അത്ര തണുപ്പ് അറിയില്ല കേട്ടോ. പക്ഷെ സ്നോ ഉരുകാൻ തുടങ്ങുമ്പോഴാണ് നല്ല തണുപ്പ് വരുന്നത്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ ഹൈപ്പും ചെയ്യണം. ഞങ്ങളങ്ങനെ മെട്രോയിലെത്തി ഗൈസ്. ഇവിടെ മെട്രോ ഉണ്ട്. 7 degrees ഉള്ളൂ കേട്ടോ, അത്ര തണുപ്പില്ല. ഞങ്ങള് കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് വന്നതാണ് മെട്രോയില്. നമുക്ക് ട്രോളി എടുക്കാം. ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാത്രം, നല്ല രസമുണ്ട്. ഇത് 34 euro ആണ്. നല്ല 1 പോട്ടിൽ ഉണ്ടാക്കാം. ഇതെങ്ങനെ തുറക്കുക? ഇത് എത്ര ലിറ്ററാ? അത് അല്ല, ഇത് ഗ്ലൂ വൈൻ ഒക്കെ ചൂടാക്കാൻ വെക്കുന്നതും പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് വെക്കാനൊക്കെ പറ്റിയതാണ്. ജ്യൂസർ കൊള്ളാം. ഗ്ലൂ വൈൻ മഗ്സ് ആണ്. ഇവിടെ മൊത്തം സെർവിങ് പ്ലേറ്റ്സ് ആണ്. ഇപ്പോൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നടത്തുന്നവർക്ക് ഇവിടെ വന്നിട്ട് ബൾക്കിൽ മേടിക്കാൻ പറ്റും കേട്ടോ.
ചെറിയ ടീ കപ്സ്, ഇതും കൊള്ളാം. ഇത് സൂപ്പറായിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ ചായ കൊടുക്കാനൊക്കെ. പിന്നെ സെർവിങ് പ്ലേറ്റ്സ് ആണ് കൂടുതലും. ഇത് കണ്ടോ, ഒക്കെ പിസ്സ വിളമ്പാനും. കൊള്ളാം. ഇത് പൈസ ഒന്നുമില്ല, ഇതൊക്കെ 399 ഒക്കെ ഉള്ളൂ കേട്ടോ. ഞാനിത് എന്തായാലും ഒരെണ്ണം വീട്ടിലേക്ക് എടുക്കുക. എന്താ ഇതിന് പറഞ്ഞേ? ഇതെന്തോ അതെനിക്ക് മനസ്സിലായിട്ടില്ല. പ്ലാസ്റ്റിക് താഴെയൊക്കെ വീണാൽ പൊട്ടും. പ്ലാസ്റ്റിക് അല്ല, എന്താ പറയണ. പിന്നെ അതേമാതിരി സ്റ്റീലിനും ഉണ്ട്. ഇത് നോക്കൂ, സ്പൂണും കട്ട്ലറീസും ഒക്കെ ഇട്ട് വെക്കാൻ. സി ഇത് എയർ ഫ്രയർ. അതും കാണാം. കൊള്ളാല്ലേ? എന്താ ഇതൊരു മായാ ലോകമാണ്. ഇതൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ സൂപ്പർ ആയിരിക്കും കേട്ടോ. എനിക്ക് പിന്നെ ഇപ്പം അതൊന്നും ആലോചിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് ഭയങ്കര ഒരു ചുമയും അങ്ങനത്തെ കാര്യങ്ങളുമാണ്. പിന്നെ ഇപ്പം നമ്മൾ വന്ന കാര്യം അതല്ലല്ലോ, ഒരു മായാലോകമല്ലേ ചിന്നേട്ടാ. അത് അവിടെ അത് കണ്ടോ, അത് കണ്ടോ ഗൈസ്, കുപ്പിയുടെ നീളം. ഇതൊക്കെ മോക്ടെയിൽസ്, കോക്ടെയിൽസിൻ്റെ ഒക്കെ സെഷനാണ് ഗൈസ്. ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വന്ന് മേടിച്ചാൽ ലാഭമായിരിക്കും കേട്ടോ, ബൾക്കായിട്ട്. ഫ്രഷ് വാഴയില, ഡ്രാഗൺ ഫ്രൂട്ട്. ഇത് പാഷൻ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ. ഇത് കണ്ടോ, ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇവിടെ. അത് കൊള്ളാലോ. ഇത് മറ്റേ പുളി, ഐ ഡോണ്ട് റിമെമ്പർ ദ നെയിം. ഏത്തപ്പഴമുണ്ട്. അത് പുളി. ഇതാ തേങ്ങ. ഇത് റംബൂട്ടാൻ. കൊള്ളാലോ. ധാരാളം ഫ്രൂട്ട്സ് ഉണ്ട്. മാങ്ങ ഉണ്ട്, മാങ്ങ. മാങ്ങ വേണോ? എന്താ നമ്മുടെ നാട്ടിലെ മുളകാന്ന് തോന്നും. എരിവുണ്ടോന്ന് എനിക്കറിയില്ല. ഇതാ സ്വീറ്റ് പൊട്ടാറ്റോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു, സ്വീറ്റ് പൊട്ടാറ്റോ. എനിക്കിഷ്ടപ്പെട്ടില്ല, നമ്മുടെ വീട്ടിലുണ്ടാക്കിയെന്ന്. ഇഞ്ചി എല്ലാം ഉണ്ട്. ഏറ്റവും എരിവുള്ള മുളകാണ്, മോസ്റ്റ് സ്പൈസിയസ്റ്റ്. ബെറീസ് വേണോ? ഇതിന് എത്ര എഴുതിയിട്ടില്ല. സ്ട്രോബെറി വേണോ? കൊള്ളാം, അവൾക്ക് ഇഷ്ടപ്പെടും.
വൈകക്കുട്ടിക്ക് പുളി മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കാം. അവൾ ഇതുവരെ പുളി കഴിച്ചിട്ടില്ല. മേടിക്കും, ഒരു പാക്കറ്റ് നമുക്ക് മേടിക്കാം. സ്ട്രോബെറി കിട്ടാനില്ല, പക്ഷെ ഇവിടെ കടയിൽ ഇവിടെ ഉണ്ടല്ലോ. ഇതിനൊന്നും പ്രൈസ് ഇവിടെ എഴുതിയിട്ടില്ലല്ലോ. സ്ട്രോബെറിയുടെ ഒന്നും പ്രൈസ് എഴുതിയിട്ടില്ല. ഇതാണ് ആ ഫ്രൂട്ട്. ഇതിനെന്താ പറയാ, മംഗുസ്റ്റിൻ. അതിന്റെ പ്രൈസ് നോക്കും. മാംഗോസ്റ്റിന്റെ ഞാൻ ഇതുവരെ ഇത് കഴിച്ചിട്ടില്ല ഈ ഫ്രൂട്ട്. ഷീനേട്ടാ, ഇത് കണ്ടോ മാംഗോസ്റ്റിൻ ഫ്രൂട്ട്, ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് മാംഗോസ്റ്റിൻ മേടിച്ചാലോ? ഇത് ഇന്തോനേഷ്യന്ന് വരുന്ന കേട്ടോ, ഇവിടെ ജർമ്മനിയില്. ഇതിനൊന്നും അങ്കുബോട്ടില്ല. പിന്നെ ചെറിയ പൈനാപ്പിൾ, ബേബി അനാനാസ്. ഇതാണ് ബേബി അനാനാസ്. ഇത് വലിയ അനാനാസ്. പിന്നെ ഇവിടെ നല്ല മാംഗോ ഉണ്ട്. ഇതിന് പേര് എഴുതിയിട്ടില്ല, മണമൊന്നുമില്ല കേട്ടോ. ഇതിന് പക്ഷെ 9 യൂറോയാ. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല ഈ ഫ്രൂട്ട്. പക്ഷെ ഭയങ്കര ട്രെൻഡ്, ഇതാ ഹൈപ്പാ. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സാധനമാണ്. പക്ഷെ ഇതിന് മലയാളത്തില് ഇതിന്റെ പേര് മാംഗോസ്റ്റിനാ. മാംഗോസ്റ്റിൻ അതെനിക്കറിയില്ല. ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇതിന്റെ മലയാളം പേര് അറിയാവുന്നവർ കമന്റ് ചെയ്യാം. മാംഗോസ്റ്റിന്റെ മലയാളം പേര് എന്താന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്യണമെന്നുണ്ട്. എന്തായാലും മേടിക്കാൻ പോണ ഗൈസ്. 10 യൂറോയാ. ഇത് മേടിക്കട്ടെ. ഇതെങ്ങനെ കഴിക്കണ്ടേന്നൊന്നും നമുക്ക് അറിയത്തില്ല. വൈകക്കുട്ടിക്ക് ഞങ്ങൾ സ്വീറ്റ് ടാമറിൻഡ് മേടിച്ചു. പുളി അവൾക്ക് അറിയില്ല. ഈ പുളി ആക്ച്വലി പുളിയുടെ ടേസ്റ്റ് അവൾക്ക് അറിയില്ലായിരിക്കും. സാമ്പാറിനകത്തൊക്കെ നമ്മൾ ഇടുമെങ്കിലും പക്ഷെ അവൾക്ക് ടാമറിൻഡ് എന്താണെന്ന് അറിയത്തില്ല. അപ്പം അവൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. ടാമറിൻഡ് പുളി കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെ അതിൻ്റെ റോ ഫോം ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്വീറ്റ് ടാമറിൻഡ് മേടിച്ചു. അയ്യോ, കയ്യിൽ കിട്ടുന്നില്ല. സോറി, എക്സ്ക്യൂസ് മൈ ചുമ. മാംഗോസ്റ്റിനും എടുത്തിട്ടുണ്ട്. പിന്നെ മുള്ള് വേണ്ട. ബേബി അനാനാസ് വേണ്ടാന്ന് വിചാരിച്ചു. നല്ല വിലയുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. നമ്മൾ ജീവിതത്തിൽ ഇതൊക്കെ ആദ്യമായിട്ട് കാണുമ്പം അതിൻ്റെ ടേസ്റ്റൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ മേടിച്ചു കേട്ടോ. പിന്നെ ഇത് ക്വീൻ ഓഫ് ഫ്രൂട്ട്സ് എന്നാണ് ഇതിനെ പറയുന്നത്. ഞാനിത് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് വീട്ടിൽ പോയിട്ട്. ഇതേ കപ്പലണ്ടി ഫ്രഷ് ബെൽ പെപ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഇതെന്താണെന്നറിയോ, ശ്രീനേട്ട അങ്ങ് പോയി. ഇത് നല്ല സാധനം. ഇതിന് റൊമാൻസ്കോ എന്നാ പറയുന്നത്. റൊമാൻസ്കോ ഇട്ടാഗോബി അല്ലല്ലോ, എന്താ കോളിഫ്ലവറിൻ്റെ ഫാമിലിയിൽ പെടുന്ന ഒരു സാധനമാണ്. നമ്മുടെ ഫൂൽഗോബി ഇല്ലേ, ഈ ഫൂൽഗോബിയുടെ ഫാമിലിയിൽ പെടുന്ന സാധനമാണ് റൊമാൻസ്കോ. ഇതാണ് ഗൈസ് റൊമാൻസ്കോ. നല്ല രസമില്ലേ കാണാൻ? പക്ഷേ ഇത് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതുവരെ ഇത് മേടിച്ചുണ്ടാക്കിയിട്ടുമില്ല. ബ്രോക്കലി ഇതൊക്കെ ഒരേ ഫാമിലിയിൽ പെടുന്ന സാധനങ്ങളാണ്. പിന്നെ പലതരത്തിലെ മഷ്റൂംസും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇതും ഒരു സൈസ് ബേബി ക്യാബേജാണ്. അരിയൊക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ ഷ്രിംസ് നോക്കൂ ഗൈസ്, ടൈഗർ ഷ്രിംസ്. നാട്ടിൽ നമുക്കൊരു സൈസ് ഉണക്കമീൻ കിട്ടില്ലേ, സ്രാവ്, അതാണേ അതിൻ്റെ. ഇത് അതേ സെയിം സാധനമാണ്, സ്രാവാണിത്. കിങ് ഫിഷാണ്. കുറേ നേരമായി പുറത്ത് വന്നിട്ട്. സോ ഇനി തിരിച്ച് പെട്ടെന്ന് വീട്ടിൽ പോട്ടെ. ശരിക്കും ജലദോഷം കൂടുന്നുണ്ട്. ഇത് വൈകക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ്. ഇത് നമ്മൾ ഫിഷ് ഫിംഗേഴ്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് ബ്രെഡിൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ.
ചേട്ടാ നമ്മുടെ നാട്ടിലെ ഉണക്കമീൻ ഇരിക്കുന്ന അവിടെ, സ്രാവ്, അതുകൊണ്ട് അവിടെ. ഗൈസ് ഒരു കറക്ഷൻ ഉണ്ട്, ഞാനിത് ഉണക്കമീൻ എന്ന് പറഞ്ഞല്ലേ, സ്രാവ് അല്ല, ഇത് സ്രാവല്ല, ഇത് ട്യൂണ ഫിഷ് ആണ് കേട്ടോ. പക്ഷെ അത് കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഉണക്കമീൻ മാതിരി തന്നെ ഉണ്ട്. പക്ഷെ ഇത് ട്യൂണ ഫിഷാണ്. ഇത് കണ്ടോ നമ്മുടെ ഇന്ത്യൻ നാൻ. അങ്ങനെ മെട്രോന്ന് ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതാ തിരിച്ച് വീട്ടിൽ പോവാണ്. നമ്മളൊരു 11:30 ഒക്കെ ആയപ്പോൾ വന്നതായിരുന്നു. ഇപ്പം സമയം 3:30 ആവുന്നു. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. അതൊരു ലൈക്ക് ഒരു മായാ ലോകമായിരുന്നേ. ഞങ്ങൾ അതിനകത്ത് കുറെ സ്ഥലങ്ങളിലോട്ടൊന്നും പോയിട്ടില്ല. ഈ വഴി കൂടെ ആണ് ശ്രീനേട്ടോ ഞാനും സൗപ്പും കൂടെ സ്പർശയുടെ ഡാൻസ് വർക്ക്ഷോപ്പിന് പോയപ്പോഴേ സെയിം ഇത് തന്നെ, നമ്മള് വഴി തെറ്റിയായിരുന്നു. അപ്പൊ അന്ന് ഞാനും സൗപ്പൂനെക്കാട്ടിലെ ടെൻഷൻ എനിക്കാന്ന് വെച്ചാൽ വഴി ആദ്യമായിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വഴി കൂടെ വരുമായിരുന്നു. ഫുൾ വഴി തെറ്റി. എന്നിട്ട് ഇത് ഈ വഴി കൂടെ ഒക്കെ, എന്നിട്ട് നമ്മൾ അവിടെ എന്തോ ബർഗർ കിങ് എന്തോ ഉണ്ടല്ലോ, അവിടെ അതിന്റെ മുന്നിൽ പോയി ഇറങ്ങിട്ടോ. അങ്ങനെ മെട്രോയില് പോയിട്ട് കുറച്ച് കാശൊക്കെ ചെലവാക്കി കഴിഞ്ഞപ്പം എന്റെ ഫീവറൊക്കെ ഒന്ന് മാറി, ക്ഷീണമൊക്കെ മാറി. ഞാൻ എന്തൊക്കെയാ ഷോപ്പ് ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ഷോപ്പ് ചെയ്തത് എന്നുള്ള വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് കഴിഞ്ഞിട്ട് വരും. ഞാൻ ഈ വീഡിയോയിൽ അതൊന്നും ഷെയർ ചെയ്യുന്നില്ല. ഇതിൽ ജസ്റ്റ് ഒന്ന് മെട്രോയിൽ പോയി ആ മെട്രോയിലെ കാര്യങ്ങൾ ഒന്ന് ഗ്ലിംസേ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുള്ളൂ ഈ വ്ളോഗിൽ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെട്രോയിൽ പോയിട്ട് എന്തൊക്കെയാ മേടിച്ചത്, എന്തിനാ മേടിച്ചത്, അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരു ഫുൾ നല്ല ഒരു വീഡിയോ ഇടുന്നതായിരിക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. സോ ഇപ്പം 3:30 ആവുന്നു. എനിക്ക് നല്ല തൊണ്ടവേദനയൊക്കെ തുടങ്ങി, ചൂട് വരുന്നുണ്ട് കേട്ടോ. ശ്രീനേട്ടൻ മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ നീ വീട്ടിലെങ്ങാനും ഇരിക്കുക, വലിയ എനിക്ക് സഫോക്കേഷൻ, എനിക്ക് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് പറ്റണില്ല, എനിക്ക് ഇങ്ങോട്ടെങ്കിലും പോണം. വീക്കെൻഡ് ആവുമ്പം നമുക്കറിയാം, വൈകുന്നേരം സാറ്റർഡേ ആവുമ്പം നമ്മൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യും. പിന്നെ സൺഡേ എനിക്ക് വീഡിയോസ് എഡിറ്റിംഗ് ഒക്കെ കാണാം. അപ്പം വീക്കെൻഡ് അങ്ങ് പോകും. അല്ലാണ്ട് സിക്ക് ലീവ് ഒക്കെ എടുത്ത് വീട്ടിലിരിക്കുമ്പം 1 ദിവസം 2 ദിവസം ഇറ്റ്സ് ഓക്കെ. 3-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ഇതാവും. അപ്പം ഞാനിന്ന് രാവിലെ ലോഗിൻ ചെയ്താലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് കോഫുണ്ട്. ഒരു 5 മിനിറ്റ്സ് കണ്ടിന്യൂസ്ലി സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചുമയാണ്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ നിർത്തുന്നു. പുതിയ വ്ളോഗായിട്ട് പെട്ടെന്ന് കാണാം. ഗാരേജ് തുറക്കുന്നേ, നമ്മുടെ കിളിയാണ് വൈക, കിളി. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഷീനേട്ടൻ പറയാം, നിനക്ക് എന്താ പനി പിടിച്ചപ്പോ തലക്ക് പിടിച്ചോ, നീ എന്താ ഇത്ര സംസാരിക്കുന്ന, നിർത്ത് പറഞ്ഞു. ഞാനങ്ങനെ നിർത്തി ഗൈസ്. കുട്ടി അച്ചയുടെ ജാക്കറ്റൊക്കെ ഇട്ടോ.